MRC തൊപ്പിയും തൊപ്പിക്കെതിരെ സംസാരിക്കുന്ന മറ്റുള്ള ആൾക്കാരും കൂടി കേരളത്തിലെ ഓരോ വ്യൂവേഴ്സിനെയും പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മിനിങ്ങാന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ സംസാരിച്ചത് വളരെ ലിമിറ്റഡ് നോളജ് കൊണ്ടാണ്. കാരണം ആ സമയത്ത് തൊപ്പിയുടെ റിപ്ലൈ വന്നിട്ടില്ല, പിന്നെ ഉള്ള ഷമീറിൻ്റെ റിപ്ലൈ അതും വന്നിട്ടില്ല. അതുകൊണ്ട് ആ സമയത്തുള്ള വീഡിയോ എന്ന് പറയുന്നത് ഷമീർ, മമ്മു തുടങ്ങിയ ആൾക്കാരുടെ അവരുടെ വെളിപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അതിനുശേഷം തൊപ്പിയുടെ ഒരു റിപ്ലൈ വന്നു. ആ റിപ്ലൈയിൽ തൊപ്പി ഒരുപാട് പ്രൂഫ് നിർത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രൂഫ്. അതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കേരളത്തിലുള്ള ഒരുപാട് ആളുകളെ ഞെട്ടിച്ച, അവർക്ക് അറപ്പ് വരുന്ന രീതിയിലേക്ക് ഞെട്ടിച്ച ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ഷമീറിൻ്റെ ആ ഒരു പരിപാടിയായിരുന്നു. ഷമീർ ആ ബെഡിൽ കടന്ന് കാണിച്ചതും തൊട്ടപ്പുറത്തിരുന്ന് ആരാണെന്ന് നമുക്കറിയാം. സോ അവർ ചെയ്ത ആ ഒരു കാര്യം, ആ ഒരു വളരെ വൾഗറായിട്ടുള്ള ആ ഒരു ആക്ട്, അത് വീഡിയോ ആയിട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്തു. അത് ഇവരുടെയൊക്കെ ലൈവ് കാണുന്ന കൊച്ചു കുട്ടികൾ, അതായത് പ്രായപൂർത്തിയാകാത്ത ഒരുപാട് മക്കൾ ഇവരുടെ ലൈവ് കാണുന്നുണ്ട്. ഏറ്റവും വലിയ കുഴപ്പം അതാണ്. അതായത് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാകും. ഇപ്പം കേരളത്തിൽ തെറി വിളിച്ചുകൊണ്ട് ലൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ ന്യായീകരണമാണ്. ഞങ്ങൾ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇത് പിള്ളേർ കാണലെന്ന്. എടോ, ഈ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും വന്ന കാലത്ത് നമുക്കറിയാം പിള്ളേർ എന്ത് കാണില്ലെന്ന് പറഞ്ഞാലും നമ്മളതൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ അത് അതിനോട് എക്സ്പോസ്ഡ് ആകാൻ പാടില്ല. ഒരു പർട്ടിക്കുലർ ഏജ് ആകാതെ ചില കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് എക്സ്പോസ്ഡ് ആകാനായിട്ട് പാടില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ലൈവിൽ വിളിച്ചു പറയുന്നത്, കാണിക്കുകയും ചെയ്യുന്നത്. അത് കുട്ടികൾ കാണുന്നുമുണ്ട്, അവർ എക്സ്പോസ്ഡ് ആകുന്നുമുണ്ട്. സോ തൊപ്പി ഷമീറിനും മമ്മൂനൊക്കെ റിപ്ലൈ കൊടുത്തു. ആ റിപ്ലൈയിൽ ഒരുപാട് പ്രൂഫ് നികത്തി വെച്ച്, മോർ ദാൻ 3000 പ്രൂഫ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് പ്രൂഫ് നികത്തി വെച്ചിട്ടുണ്ട്. സോ ഇതിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ വോയിസ്, സ്ക്രീൻഷോട്ട്സ്, ഫോട്ടോസ്, പിന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തൊപ്പി ശ്രമിക്കുന്നത് തൊപ്പിയുടെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല, ഈസ് ഇന്നസെൻ്റ് എന്ന് കാണിക്കാനാണ്. പകരം ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ മോശക്കാരാണെന്നും അവർ കുറ്റക്കാരാണെന്ന് പറയാനുമാണ്. അതിൽ പറയുന്നുണ്ട് തൊപ്പിയെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്നും, അല്ലെങ്കിൽ എല്ലാവരും ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രവേഴ്സി ആണെന്നും, ഇൻഫർമേഷൻസ് ഒക്കെ ഫേക്ക് ആണെന്നും, തൊപ്പി അവരെ ട്രീറ്റ് ചെയ്ത രീതി വളരെ ബെറ്റർ ആയിട്ടാണെന്നും. പക്ഷേ അവരത് ഗ്രീഡ് കാരണം അല്ലെങ്കിൽ അത്യാഗ്രഹം കാരണം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, തൊപ്പി കൊടുത്ത സ്നേഹവും വാത്സല്യവും മറച്ചു വെച്ചുകൊണ്ട് തൊപ്പിക്കെതിരെ സംസാരിക്കുകയും ആ ഒരു വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഡീഫെയിം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് ഷമീറും മമ്മുവും ജാസിയും കൂടി കൊടുക്കുന്ന റിപ്ലൈ വീഡിയോ നമുക്കറിയാം. വൈറലായ വീഡിയോ ഉണ്ട്, ഈ തൊട്ടടുത്ത വൈറലായ വീഡിയോ ആണ്. അതിൽ അവർ തൊപ്പിക്കെതിരെ, തൊപ്പിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൗണ്ടർ വയ്ക്കുന്നുണ്ട്. സോ അതിലേക്ക് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ വരാം. പക്ഷേ തൊപ്പിയിട്ട് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തൊപ്പി മുന്നോട്ട് വയ്ക്കുന്ന പ്രൂഫുകൾ സോളിഡാണ്. ഉറപ്പായിട്ടും പറയാൻ സോളിഡാണ്. അതിൽ നമുക്കത് ഫേക്ക് ആണെന്നോ അത് ക്രിയേറ്റ് ചെയ്തതാണെന്നോ ഫേക്ക് ചെയ്താണെന്നോ പറയാൻ പറ്റത്തില്ല. സോളിഡ് പ്രൂഫാണ്. അപ്പോൾ അത് പ്രകാരം നോക്കിക്കഴിയുമ്പോഴത്തേക്കും തൊപ്പി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സഹായം കൊണ്ട് ഉയർന്നു വന്ന മറ്റ് യൂട്യൂബേഴ്സും ഫെയിമുള്ള ആൾക്കാരുമായിട്ടുള്ള ഈ ജാസി, മമ്മു, ആദിൽ, അതുപോലെ അസ്പാക്ക്, ഷമീർ, ഈ തുടങ്ങിയ ആൾക്കാരൊക്കെ അവരൊക്കെ തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെ അയാൾക്കെതിരെ ഒരു പ്ലാൻ പ്ലോട്ട് ചെയ്യുകയും അതുപോലെ ആ റൂമിൽ ഡ്രഗ്സ് കയറ്റുകയും അതിനേക്കാൾ പ്രൂഫ് അവിടെ തൊപ്പി കാണിക്കുന്നുണ്ട്. സോളിഡ് പ്രൂഫാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മീനിങ് ഷമീറിൻ്റെ വീഡിയോ വരുമ്പോഴത്തേക്കും മാറുന്നുമുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ആ വീഡിയോയിലേക്ക് എത്തുന്നതിന് മുമ്പ് തൊപ്പി പറഞ്ഞ വീഡിയോ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊപ്പി അവിടെ ഒരു സേഫ് സോണിലാണ്, ഇന്നസെൻ്റ് ആയിട്ട് നിൽക്കുകയും തൊപ്പിക്കെതിരെ സംസാരിച്ച എല്ലാ ആൾക്കാരുടെയും തനിക്കോണം പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള പ്രൂഫാണ് നികത്തുന്നത്. സോ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തൊപ്പിക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സോ ആ ഒരു അപ്പർ ഹാൻഡ് പ്രകാരം നോക്കുമ്പോഴത്തേക്കും ഹീസ് ഇൻ എ സേഫ് സോൺ. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. എന്നാൽ ഈ ഒരു കോൺട്രവേഴ്സിയിലെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഇത് ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകളും ഇതിൽ കാണിക്കുന്ന അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്ന പ്രശ്നങ്ങളുമാണ്. ഒന്ന് ഡ്രഗ്സ് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും ഇതൊരു പോലീസ് കേസ്, എസ്പെഷ്യലി ഓപ്പറേഷൻ തുഫാനൊക്കെ ഉള്ള സമയത്ത് ഇത് അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു കേസാണ്. പക്ഷേ ഇവിടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടരും ഡ്രഗ്സിനെ പറ്റി പറയുന്നുണ്ടെന്നല്ലാതെ ഇതിൻ്റെ വരാൻ പോകുന്ന കുഴപ്പങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇവർ ഈ കാണിക്കുന്ന പരിപാടികൾ ഈ രണ്ട് കൂട്ടരുടെയും കുഴി അവർ വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഡ്രഗ്സിനെ പറ്റി പറയുന്നുണ്ട്, മൈനറായിട്ടുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്, മൈനേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അതൊക്കെ ഇവിടെ നിൽക്കുന്ന കേസുകളല്ലത്. അതിൽ വന്നേക്കുന്ന എല്ലാവരും മാറുന്നതും ജയിലിൽ പോകുന്നതായിട്ടുള്ള കേസാണത്, മൈനേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. സോ ഇതിൽ മൈനേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഡ്രഗ്സിൻ്റെ കാര്യവും പറയുന്നുണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ അബ്യൂസിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രണ്ട് കൂട്ടരും പറയുമ്പോഴും ഓർക്കണം, രണ്ടുപേർക്കും അറിയാം, എനിക്കൊന്നും അറിയാം, ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിടിച്ചാൽ നിൽക്കേണ്ട കാര്യങ്ങളല്ല. ഇത് മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുകയല്ലത്, എല്ലാവരുടെ ഇമേജ് പോകും. പക്ഷേ എന്നിട്ടും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കണ്ടൻറ്റിലൂടെ
ഒരുപാട് യങ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഒരുപാട് കുട്ടികൾ ഇതിൽ എക്സ്പോസ്ഡ് ആയി. ഷമീറിൻ്റെ ആ വീഡിയോ ഒരുപാട് പിള്ളേർ കണ്ടു. അവർ എക്സ്പോസ്ഡ് ആകേണ്ട കാര്യമാണോ അത്? അവർ എക്സ്പോസ്ഡ് ആകേണ്ട കണ്ടന്റ് ആണോ അത്? ഈ പ്രായത്തിലെ കളിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നമ്മൾ ആരെ ബ്ലെയിം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രീമേഴ്സ് ഒരു കൂട്ടമായിട്ട് പറയും മാതാപിതാക്കളെ ബ്ലെയിം ചെയ്യണം, കാരണം അവരാണ് മക്കൾക്ക് ഫോൺ കൊടുക്കണമെന്ന് പറയും. പക്ഷേ ഈ ചെയ്യുന്ന സ്ട്രീമേഴ്സ് ഓർക്കുന്നില്ല, സമൂഹത്തിൽ എപ്പോഴും ഈ സ്ട്രീമേഴ്സ് എന്ന് പറയുന്ന ആ കൂട്ടം ആൾക്കാരായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, കുട്ടിക്കാലത്ത് നമ്മളും കുറേ അലമ്പ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ വേണ്ടാത്ത വളരെ നോക്കിയിട്ടുമുണ്ട്, കണ്ടിട്ടുണ്ട് പോയി. അത് ട്രൂത്താണല്ലോ. അങ്ങനെ എല്ലാവരും വരുമെന്നും അവർ എക്സ്പോസ്ഡ് ആകുമെന്ന് പറയും. പക്ഷേ ഈ സ്ട്രീമേഴ്സ് യൂസ് ചെയ്യുന്ന ഫൗൾ ലാംഗ്വേജ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു 10 അല്ലെങ്കിൽ 15 വയസ്സ് വരെ, മീൻസ് ഒരു 16 വയസ്സ് വരെ പോകുന്ന പിള്ളേർക്ക് പോലും എക്സ്പോസ്ഡ് ആകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എത്ര ഫൗളായിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്, എത്ര മോശം കാര്യമാണ് പറയുന്നത്, മെൻഷൻ ചെയ്യുന്നത്, സെക്ഷുവലായിട്ടുള്ള വൾഗർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക പിള്ളേരും ഈ ഒരു ഇഷ്യൂ കാരണം കുറേ കാര്യത്തിൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എക്സ്പോഷർ കിട്ടി അതിലോട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമീറിൻ്റെ ആ വീഡിയോ തൊട്ട് തൊപ്പിയുടെ തൊപ്പി പറയുന്ന വാക്കുകൾ, കാര്യങ്ങൾ, മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ എന്താണ് ലേഡീസിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഒരു മോശം അനുഭവമാണ് ടോട്ടൽ കേരളത്തിൽ മൊത്തം ഉള്ളത്. ഇതിൽ തൊപ്പിയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊപ്പിയുടെ ഒരു അപ്പർ ഹാൻഡ് ഇപ്പോൾ ഉണ്ട്. തൊപ്പി സേഫ് സോണിലാണ് നിന്നത്. ആ വീഡിയോ വരുന്നവരെ, ഷമീറിൻ്റെ വീഡിയോ വരുന്നവരെ തൊപ്പി സേഫ് സോണിലാണ് നിന്നത്. ഷമീറിൻ്റെ വീഡിയോ എത്തി, തൊപ്പിയുടെ കാര്യവും ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അതിലൂടെ സംഭവിച്ചെന്താണ്, സമൂഹത്തിന് യൂട്യൂബേഴ്സിനോടുള്ള വില ഒന്നുകൂടി കുറഞ്ഞു. കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരാണെന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത്, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റികൾ കാരണം പണ്ട് തൊട്ടേ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് ഒരു മോശപ്പേരുണ്ട്. ഇപ്പോൾ അത് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ കൂടെ തന്നെ ഒരുപാട് മാതാപിതാക്കൾക്ക് ഇപ്പോൾ നല്ല രീതിക്ക് ദേഷ്യമുണ്ട്. കാരണം അവരുടെ മക്കൾക്ക് എക്സ്പോസ്ഡ് അയക്കുന്ന ഇമ്മാതിരി കാര്യത്തിനോടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരുത്തൻ ബെഡായി കിടന്ന് കാണിക്കുന്നതും, ഒരുത്തൻ വീട്ടിൽ ഇരുന്ന് കാണിക്കുന്ന കാര്യങ്ങളും, ഒരു കൂട്ടം ആൾക്കാർ ഒരുത്തനെ കൊല്ലാൻ നോക്കുന്നു എന്ന് പറയുന്നതും, പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതും, പിന്നെ പെണ്ണിനെ കയറി പിടിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് പിള്ളേർ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. ഈ ഒരു കണ്ടൻറ്റ് കാരണം, ഈ ഒരു കോൺട്രവേഴ്സി കാരണം നാടിനും കുഴപ്പങ്ങളുണ്ട്. ഈ പറഞ്ഞ ഈ ഒരു MRC തൊപ്പിയുടെ ആ ഒരു MRC ടൈപ്പ്, മീൻസ് ആക്ച്വൽ MRC അല്ല, മീൻസ് MRC എന്ന് പറഞ്ഞ ക്ലാൻ അല്ല, നമ്മുടെ MRC ഗോകുവിൻ്റെ ക്ലാൻ അല്ല ഞാൻ പറയുന്നത്. ഈ തൊപ്പിയും ടീമിൻ്റെ MRC ക്ലാൻ തീർന്നു. ആ ഒരു സാമ്രാജ്യമായിരുന്നു ഷമീർ 2 സാമ്രാജ്യം ആക്കിയത്. രണ്ടും തമ്മിൽ ആ സാമ്രാജ്യങ്ങൾ തീർന്നു. ഇനി ഷമീറിൻ്റെ ഒരു വീഡിയോ വെച്ച് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് മാറുന്നതെന്ന് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. സോ നിങ്ങളത് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്.